കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ. തലയ്ക്കും മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. ഞാലിപ്പൂം കദളി വാഴ പൂക്കളിലാകെ നിറഞ്ഞോ, ലാകെ നിറഞ്ഞോ. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ജലം തരുമോ. ഇങ്ങനൊരു ഗാനം സിനിമയിൽ എന്തായാലും ഉൾക്കൊള്ളിക്കണമെന്ന് തീരുമാനിച്ച സംവിധായകൻ തന്നെയായിരുന്നോ അതോ? ഒരു കണക്കിന് ഭാഗ്യമാണ് അങ്ങനെയൊക്കെ ഒത്തുവരാന്നുള്ളത്. പിന്നെ ആ രൂപം കൊണ്ടും അവരുടെ ചില എന്താ പറയുക കാരിക്കേച്ചർ സ്വഭാവം കൊണ്ടും കൃത്യമായിട്ട് ആ കാലത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ കഥാപാത്രങ്ങളെ കിട്ടിയെന്നുള്ളത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയല്ല, ശ്രീ എം ജയചന്ദ്രൻ തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എന്ന് ഞാൻ ഇപ്പോഴും പറയും. ഇന്നലെയും ഞങ്ങൾ സംസാരിച്ചപ്പോൾ ചോദിച്ചു എങ്ങനെ ഇങ്ങനെ ഒരു ട്യൂൺ കിട്ടിയെന്ന്. അത് ഈ പറഞ്ഞ പോലെ ഒരു ശക്തി എന്ന് പറയാനേ പറ്റൂ. ആ ഒരു ചരിത്രത്തിന് യോജിച്ച രീതിയിൽ സംഗീതം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഒരു പാട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില നിമിത്തങ്ങളായിട്ട് വരും. ചിലപ്പോൾ ഒരു മഴയായിരിക്കും. ഇതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഫ്രണ്ടിൻ്റെ ഒരു SMS എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഈ പാട്ടിൽ പോസിറ്റിവിറ്റി തോന്നിയിട്ടുണ്ട്. ആ SMS പറഞ്ഞിരുന്നത് ഇന്നലെകളെ കുറിച്ച് എന്തിന് ഒത്തിരി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ലിവ് ഇൻ ദ പ്രസന്റ് ഫോർ ദി ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞത്. പല ആവറേജ് ആയിട്ടുള്ള പാട്ടുകളും ഒരു പക്ഷേ വിഷ്വലിലൂടെ വരുമ്പോഴത്തേക്കും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നും. ചിലർ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങും എന്നുള്ളൊരവസ്ഥയിലോട്ട് എങ്ങനെയോ മാറിപ്പോയതാണ്. ഏതായാലും ഇത് എന്നെ സംബന്ധിച്ചോളം JC ഡാനിയലിന് കൊടുക്കുന്ന മറ്റൊരു സമർപ്പണമാണ്. ജയചന്ദ്രന്റെ മ്യൂസിക്കിനുള്ള അവാർഡ് കിട്ടി. അന്ന് അവാർഡൊന്നും ഇല്ലല്ലോ, പ്രസിഡന്റിന്റെ മെഡൽ വാങ്ങിയിട്ടുണ്ട് ആ ചിത്രത്തിൽ. അതായത് ഈ സംസ്ഥാന അവാർഡ് കമ്മിറ്റി ഞാനതിൽ യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളാണ്. കണ്ണിനാലെന്റെ കരളിനുരുളി എണ്ണ കാച്ചിയ നമ്പറും. പിന്നെ ഈ ജൂറിയുടെ പേരുകൾ കേട്ടപ്പോൾ തന്നെ അതിൽ എനിക്കറിയില്ല, ജയശ്രീ കിഷോർ എന്നൊക്കെ പറഞ്ഞ ആളും സിനിമ തമ്മിൽ എന്താ ബന്ധം എനിക്കറിയില്ല. ഹൽവിലറിഞ്ഞപ്പോൾ ഞമ്മൾ കയറ് പൊട്ടിയ പമ്പരം. അവാർഡ് കിട്ടിയത് കുറച്ച് പൈസ കിട്ടിയിരുന്നു, എനിക്ക് അതില്ലാത്ത സങ്കടം. നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ട് നെഞ്ചില. ന്യൂസ് ലൈവ് ഇരുന്ന് കാണുമായിരുന്നു. പേര് പറഞ്ഞു കേട്ടപ്പം കുറച്ചു നേരം ചെവി അടഞ്ഞു പോയ പോലെ തോന്നി. കമൽ സാറും എം ജയചന്ദ്രൻ സാറും ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനും അവരെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ഈ സിനിമയുടെയും ഈ സംഗീതത്തിൻ്റെയും ഭാഗമാവാൻ അവസരം കിട്ടിയതിന് ഞാൻ അവരോടെല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുക. ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ, ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും, എങ്ങനെ നീ മറക്കും കുയിലേ, പഞ്ചാര പൂങ്കുയിലേ, എങ്ങനെ നീ മറക്കും. The genius, the most talented, the most loved and extremely wonderful M. Jayachandran sir.